എല്ലാവരും പറയുന്നതാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് സേഫ് ആണെന്നുള്ള കാര്യം. ശരിക്കും ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റും റിസ്ക് ഇല്ലേ? ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നിടത്ത് ഒബ്വിയസ്ലി റിസ്ക് ഉണ്ട്. പക്ഷെ ലോങ് ടൈമിലേക്ക് കുറച്ചും കൂടി ആളുകൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് ബൈ ചെയ്യാം, ഹോൾഡ് ചെയ്യാം, കുറെ കാലം കഴിയുമ്പോഴേക്കും വെൽത്ത് ജനറേറ്റ് ചെയ്യുന്നതാണ്. മാർക്കറ്റിൽ വെൽത്ത് ജനറേറ്റേഴ്സ് മാത്രമല്ല വെൽത്ത് ഡിസ്ട്രോയേഴ്സും ഉണ്ട്. അപ്പോൾ പ്രോപ്പർ ആയിട്ടല്ല നമ്മൾ ആ ഇൻവെസ്റ്റ്മെന്റിനെ ട്രാക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ കാറ്റഗറിയിലേക്ക് പെടാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസ് ക്യാപിറ്റൽ 2700 മുകളിൽ പ്രൈസ് വന്നിരുന്ന ഒരു സ്റ്റോക്കാണ്. അത് 12 എത്തി. 99% ഇൻവെസ്റ്റേഴ്സിന്റെ വെൽത്ത് ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സുസ്ലോൺ എനർജി ഇപ്പോൾ 300-ലും 400-ലും വരെ ട്രേഡ് ചെയ്തിരുന്ന സ്റ്റോക്കാണ് നമുക്ക് 40-നും 50-നും താഴേക്ക് വന്നിട്ട് നിൽക്കുന്നത്. ഈ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ലോങ് ടേം ജേർണി എന്ന് പറയുന്നത് വെൽത്ത് ജനറേറ്റിംഗ് മാത്രമല്ല റിസ്കി ഗെയിമാണ്. ഇവിടെ വെൽത്ത് ഡിസ്ട്രോയ്സ് ഉണ്ട്. അപ്പോൾ ലോങ് ടേമിൽ റിസ്ക് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും? നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അതിന് പ്രോപ്പർ ആയിട്ട് ഫോളോ അപ്പ് നടത്തണം. ഇപ്പോൾ കമ്പനിക്ക് വരുന്ന ഏർണിംഗ്സ് റിപ്പോർട്ട്, കമ്പനിയുടെ ബിസിനസ് പെർഫോമൻസ് നമ്മൾ അനലൈസ് ചെയ്യണം. അതേപോലെ തന്നെ ആനുവൽ റിപ്പോർട്ട്സ്, ഇപ്പോൾ പ്രൊമോട്ടേഴ്സ് എന്താണ് ഷെയർ ഹോൾഡേഴ്സിനെ അഡ്രസ്സ് ചെയ്യുന്നത്, അവരുടെ വിഷനും മിഷനും ഇത് മുമ്പ് പറഞ്ഞതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ, ഗവൺമെന്റ് ആ സെക്ടറുമായിട്ട് എങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ട്രാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ക്വാർട്ടർ ടു ക്വാർട്ടർ അല്ലെങ്കിൽ ഇയർ ഓൺ ഇയറിലൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്യണം. ഈ ഒരു ട്രാക്കിംഗ് സിസ്റ്റം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ഫെയിലിയർ ആയിട്ട് തോന്നുകയാണ്. അതല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലേക്ക് കമ്പനി പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ഒരു ഫണ്ടമെന്റൽ എക്സിറ്റ് നിർബന്ധമായും കൊടുക്കണം. അപ്പോൾ പ്രോപ്പറായിട്ട് ബൈ ചെയ്യാൻ പഠിച്ചാൽ മാത്രം പോരാ, പ്രോപ്പറായിട്ട് സെല് ചെയ്യാൻ കൂടെ പഠിക്കണം.